എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ദേ നമ്മുടെ അടുക്കളയിൽ വേറൊരു കുഞ്ഞ് അതിഥി വിരിഞ്ഞു നിൽപ്പുണ്ട് കേട്ടോ. ഈ തുളസിയുടെ ഇടയിൽ സത്യം പറഞ്ഞത് കൊണ്ട നട്ടോ, അത് പൂവൊക്കെ ആയി കേട്ടോ. ഇതിന് ഞങ്ങളുടെയൊക്കെ അവിടെ പറയുന്ന ആദോ ഹൗവായ എന്നാട്ടോ, എല്ലായിടത്തും പലതും പല പേരിലായിരിക്കും അറിയപ്പെടുന്നത്. അങ്ങനെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അടുക്കളപ്പണി ചെയ്യാൻ വേണ്ടി തുടങ്ങുക. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഓർക്കും ഇതെന്നത് എപ്പോഴും അടുക്കളപ്പണി മാത്രമേ ഉള്ളൂ എന്ന്. ഇതല്ലാതെ ഇവിടെ എനിക്കറിയത്തില്ല ഇവിടെ എന്താ കാണിക്കാറുള്ളത്. പിന്നെ ചൂടൊക്കെ കുറഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പുറത്തൊക്കെ പോകാവേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ എന്നെ പോലുള്ള നേഴ്സുമാരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലെ വീട് അടുക്കള, ഇതിനപ്പുറത്തേക്ക് നമുക്ക് ഓഫ് കിട്ടുമ്പോഴല്ലേ പോകാൻ പറ്റുള്ളൂ. പിന്നെ ഓരോരുത്തരുടെ സാഹചര്യം അല്ലേ അല്ലേ, എല്ലാം ചിലതൊക്കെ നേടിയെടുക്കാൻ ചിലതൊക്കെ നഷ്ടപ്പെടുത്തേണ്ടി വരും എന്ന് പറഞ്ഞ പോലെ പ്രവാസ ജീവിതത്തിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് പലതും നമുക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരും. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഫാമിലീനെയൊക്കെ വിട്ട് ഇപ്പം ഹസ്ബൻഡ് വൈഫോ അവരാരെങ്കിലും ഒരാളെ വന്ന് നിൽക്കണേ, കുഞ്ഞുങ്ങളെ വിട്ടായിരിക്കും അവർ വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കും അയ്യോ ഒരു 2 കൊല്ലം കഴിഞ്ഞ് പിള്ളേർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് തിരിച്ചു പോകാം, അത് വെറുതെ നമ്മൾ അവിടുന്ന് കയറുമ്പോൾ അങ്ങനെയൊക്കെ ഓർത്ത് വരും. പക്ഷെ ഇവിടെ വരുമ്പോൾ നാട്ടിലുള്ള ആവശ്യങ്ങൾ കൂടുന്തോറും നമ്മളിവിടെ നിൽക്കുന്നതിൻ്റെ വർഷങ്ങളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കും. ചില പേഷ്യൻസിനെ കണ്ടുകൊണ്ട് 10-20 വർഷം ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അസുഖമായിട്ട് ഐസിയിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞ് അവരുടെ വീട്ടുകാരെ വിളിച്ചു പറയുമ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട്, തിരിച്ചു വാന്ന് പറയുന്നത് വല്ല മനസ്സില്ലാ മനസ്സോടെയാ. ചിലര് പറഞ്ഞിട്ടുണ്ട് തിരിച്ചു പോകാൻ വയ്യ, മരിക്കുന്നോളം വരെയാണ് ഇവിടെ എന്തെങ്കിലും പണിയെടുത്ത് താമസിക്കാന്ന്. അപ്പം നേരായിരിക്കും കേട്ടോ. നമ്മുടെ നാട്ടിലുള്ളവർ ഇവിടെ കഷ്ടപ്പെടുന്നവരുടെ ചിലരെയൊക്കെ ആ പൈസ മാത്രം മതിയെന്ന് ചിന്തിക്കുന്ന വീട്ടുകാരും കാണില്ലല്ലേ. അപ്പൊ ആ വരുമാനം പെട്ടെന്ന് നിൽക്കുമ്പോൾ അവർക്കൊരു ഇത്, അതുകൊണ്ട് അത് അറിയാവുന്നതുകൊണ്ടായിരിക്കും പലരും ഇവിടെ പിന്നെയും പിന്നെയും പിടിച്ചു നിന്ന് പോണത്. പിന്നെ നമ്മളെയൊക്കെ മനുഷ്യരല്ലേ അല്ലേ, നമ്മള് അംബാനിയുടെ കുടുംബത്തിൽ നിന്ന് ഒന്നുമല്ലല്ലോ. നമുക്കൊക്കെ പല ആവശ്യങ്ങളും 100,000 ആവശ്യങ്ങളുണ്ട്. 1000 രൂപ നമുക്ക് കിട്ടിയാൽ നമുക്ക് 2000 രൂപയുടെ ആവശ്യങ്ങളായിരിക്കും. പിന്നെ പൈസ വരുംതോറും നമ്മുടെ ആഗ്രഹങ്ങളും കൂടില്ലേ അല്ലേ. അങ്ങനെ എല്ലാവർക്കും പലരും പലരുടേതായ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ പലതും എന്താ പറയണത് നഷ്ടപ്പെടുത്തേണ്ടി വരും അല്ലേ. ചിലപ്പോൾ നമ്മൾ ഒരുമിച്ച് കുടുംബമായിട്ട് നിൽക്കുന്ന ഇപ്പോൾ അപ്പന അമ്മ എല്ലാവരും കൂടെ നിൽക്കുന്നതൊക്കെ ആയിരിക്കും നമുക്ക് മനസ്സുകൊണ്ട് താല്പര്യം. പക്ഷെ അതിന് നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മളെപ്പോലെ പലരും ഇങ്ങനെ പല രാജ്യങ്ങളും പോയിരിക്കേണ്ടി വരുന്നതല്ലേ. നാട്ടിലുള്ളൊരു ചിലർ ചിന്തിക്കും അയ്യോ ഇത്രയും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ പെണ്ണുമ്പിള്ളേനെ അല്ലെങ്കിൽ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയൊക്കെ ഇട്ടിട്ട് പൊടി കുഞ്ഞുങ്ങളെയൊക്കെ ഇട്ടിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നല്ല. എല്ലാവർക്കും ആവശ്യങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളൊക്കെ ഇല്ലേ. നമ്മൾ ജീവിച്ച സാഹചര്യങ്ങളിലേക്കാളും കൂടുതൽ കൊടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തണമെന്നല്ലേ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അല്ലേ. അതെ, അതിനിടയ്ക്ക് ആമിക്കുഞ്ഞ് ഇവിടെ വന്നിരുന്ന് ഭയങ്കര സെൽഫ് എടുക്കലാണ്. അപ്പോൾ നമ്മൾ ആർക്കും കുറ്റം പറയാൻ പറ്റില്ല. എല്ലാവരും നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയല്ല നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അവർക്കൊരു നല്ല ലൈഫ് കിട്ടാൻ വേണ്ടിയാ പലരും പലതിനെയും ഇട്ടെറിഞ്ഞ് ഇവിടെയൊക്കെ വന്ന് ജീവിക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് പ്രവാസ ലോകത്തിന്റെ നല്ല വശമുണ്ട് ചീത്ത വശമുണ്ട്. പിന്നെ ഫാമിലി ആയിട്ട് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണെങ്കിൽ ഒരു സമാധാനം ഉണ്ടായി, എല്ലാവരും ഉണ്ടല്ലോ കൂടെ ഉണ്ടല്ലോ, അപ്പനും അമ്മയല്ലേ നാട്ടിലുള്ളത്, നമുക്ക് പോയി കാണാം വെക്കേഷനൊക്കെ വരുമ്പോൾ. അല്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ കൂടെ ഉണ്ടല്ലോ, അത് ഏറ്റവും വലിയ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹം കേട്ടോ അല്ലേ. അതിപ്പം എല്ലാവർക്കും പല സാഹചര്യങ്ങൾ കൊണ്ട് പറ്റുന്നില്ല എന്നൊക്കെ അല്ലേ ഉള്ളൂ അല്ലേ. അപ്പൊ വീണ്ടും